നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസം. കൂടാതെ ഉത്രാടമാണ്. നാളത്തെ ദിവസം 15 നക്ഷത്രക്കാരായ ആളുകൾക്ക് വന്നു ഭവിക്കുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട്. അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ, മാറ്റം വരുത്തേണ്ടതായ ചില കാര്യങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മാറ്റം വരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവയിൽ തെറ്റുണ്ടാകാം, ശരിയുണ്ടാകാം. അപ്പോൾ തെറ്റുകളെ ശരിയാക്കി മാറ്റാൻ കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്തെന്നാൽ ഈ ചിങ്ങമാസത്തിൽ അല്ലെങ്കിൽ നാളെ മുതൽ തുടർന്നുള്ള സമയങ്ങൾ വളരെയധികം ഭാഗ്യം വന്നു ഭവിക്കേണ്ട സമയങ്ങളാണ്. വളരെയധികം നേട്ടങ്ങൾ, സാമ്പത്തികമായി വളരെയധികം ഉന്നതികൾ വന്നു ഭവിക്കേണ്ട 15 നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ വളരെ വലിയ നിങ്ങളിലേക്ക് എത്തേണ്ട ഭാഗ്യത്തിന് തടസ്സമായി മാറാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ 15 നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നിലവിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന ദിവസമായിരിക്കും നാളെയും തുടർന്നുള്ള ദിനങ്ങളും. ഇപ്പോൾ ശാരീരികമായി എന്തെങ്കിലുമൊക്കെ വ്യതകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നാളെ മുതൽ തുടർന്നുള്ള സമയങ്ങൾ വളരെയധികം അനുകൂലമായ സമയമായതിനാൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകും. കായിക മത്സരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിലും നാളത്തെ ദിവസം പങ്കെടുക്കാൻ പോകുന്നെങ്കിലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ, അതിൽ നിന്ന് സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനും സന്തോഷത്തിനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി നാളെ ഗൃഹത്തിൽ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം സന്തോഷം തരുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ, അത് ചിലപ്പോൾ അവനാകാം അല്ലെങ്കിൽ അവളാകാം, ആ വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ ഒരു ഭാഗ്യമായി മാറുന്ന ദിവസം കൂടിയായിരിക്കും നാളത്തേത്. പ്രിയപ്പെട്ടവരുടെ ചില തെറ്റുകൾക്ക് നാളത്തെ ദിവസം നിങ്ങൾ മാപ്പ് കൊടുക്കാനുള്ള മനസ്സുകൂടി കാണിക്കണം. ചിലപ്പോൾ കുട്ടികളിൽ നിന്നാകാം, ചിലപ്പോൾ മുതിർന്നവരിൽ നിന്നാകാം, അറിഞ്ഞോ അറിയാതെയോ അവരിൽ നിന്നുണ്ടാകുന്ന ചില തെറ്റുകൾ നാളത്തെ ദിവസം വലിയൊരു വിഷയമാക്കി മാറ്റാതിരിക്കാനും അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മനസ്സ് ശാന്തമാകുന്ന ഒരു ദിവസമായിരിക്കും. സമാധാനിക്കാനുള്ള, മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നാളെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും കളിയാടുന്ന ഒരു ദിവസമായിരിക്കും നാളെ. തുടർന്നുള്ള ദിവസങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കടകം രാശിക്കാരായ ആളുകൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ശാരീരിക സൗഖ്യം അനുഭവപ്പെടുന്നതാണ്. ശാരീരികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ദിവസം തന്നെയായിരിക്കും നാളത്തേത്. പുതിയ ചില പദ്ധതികൾ തുടങ്ങുവാനും എന്തെങ്കിലും കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലും ഒപ്പിടാനൊക്കെ ഉള്ളതാണെങ്കിലും അനുകൂലമായ ദിനമാണ്. ചില വീട് പണിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ഒപ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. കാരണം അനുകൂലമായ ദിവസമായിരിക്കും നാളെ. പ്രിയപ്പെട്ടവരുമായി നിലനിന്നിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നാളത്തെ ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോകുന്നതിന് മുന്നേ, അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലനിൽപ്പുണ്ട്, വഴക്ക് പ്രശ്നങ്ങളാണെങ്കിൽ ആ പ്രശ്നങ്ങൾ രമ്യതയിലാക്കാനുള്ള തയ്യാറെടുപ്പ് നാളെ നിങ്ങൾ നടത്തുന്നു. അതിൻ്റെ ആവശ്യങ്ങൾക്കായി എന്തെങ്കിലും പോകണമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ പോകുന്നതിന് മുൻപ് അല്പം വെള്ളത്തിൽ പഞ്ചസാര, അതായത് പച്ചവെള്ളം ചെറുതായ വെള്ളത്തിൽ അല്പം പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് ഒരു കവളൊന്ന് കുടിക്കുന്നത് ഉത്തമമായിരിക്കും. ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാനും നിങ്ങൾക്ക് മധുരമായി സംസാരിച്ച് കാര്യങ്ങളെ രമ്യതയിലാക്കാനും ഈ ഒരു കാര്യം ചെയ്ത ഈ ഒരു പാനീയം ഒന്ന് കുടിക്കുന്നതിലൂടെ സാധ്യമാകും. അത് ഒരു ഗ്ലാസ് നിറച്ചൊന്നും കുടിക്കേണ്ട, അല്ലെങ്കിൽ ചെറിയൊരു സ്പൂണിൽ അല്പം വെള്ളമെടുത്ത് അല്പം പഞ്ചസാര ഇട്ട് അതൊന്ന് ചാലിച്ചൊന്ന് കുടിച്ചിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ, സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നമാകാം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, അത് വാക്കുകൾ കൊണ്ട് തീർക്കാൻ അല്ലെങ്കിൽ മധുരമായി സംസാരിച്ച് അതിന് രമ്യതയിലെത്തിക്കാൻ നാളത്തെ ദിവസം ഇങ്ങനെ ചെയ്തു പോകുന്നതിലൂടെ സാധ്യമാകും. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് ആരോഗ്യം നല്ലതായിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് നാളെ. ധനത്തിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നാളത്തെ ദിവസം നിങ്ങൾ ധനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. കൂടാതെ നാളെ ആർക്കും ധനം കടമായി കൊടുക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ബന്ധുവിൽ നിന്നോ സുഹൃത്തിൽ നിന്നോ ഒരു സന്തോഷ
വാർത്ത ശ്രവിക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നല്ലവരുമായി ചങ്ങാത്തം കൂടുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു പ്രധാന കാര്യം. ചില കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിനെ താറുമാറാക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ചില അറിവുകൾ ലഭിക്കുന്നതിനൊക്കെയായിട്ട് നല്ല ആളുകളുമായിട്ടുള്ള ചങ്ങാത്തം സഹവാസമൊക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു ദിനങ്ങൾ കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കമാകുന്ന ദിവസം കൂടിയായിരിക്കും നാളേത്. അപ്പോൾ നാളത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം വിലങ്ങുതടിയായി നിൽക്കുന്ന ചില ചങ്ങാത്തങ്ങളുണ്ട്. ആ ചങ്ങാത്തങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള അറിവുകൾ പകർന്നു തരുന്ന ആളുകളുമായി ചങ്ങാത്തം കൂടാനായിട്ട് ചിങ്ങം രാശിക്കാരായ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടുന്ന ദിവസമാണ്. സമയത്തിന് തന്നെ ആഹാരം കഴിക്കുവാനും മരുന്ന് കഴിക്കാനും ഒക്കെ നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. സ്വത്തുമായി ബന്ധപ്പെട്ട ചില പ്രധാന തീരുമാനങ്ങളൊക്കെ നാളത്തെ ദിവസം കേൾക്കുവാനിടവരും. സ്വത്ത് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു അറിയിപ്പ് നാളത്തെ ദിവസം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾ മുന്നേയുള്ള സമയങ്ങളിൽ ചെയ്ത ജോലിയുടെ അംഗീകാരം മറ്റാരും തട്ടിയെടുക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. നാളെ എന്നല്ല, തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്ത ചില പ്രധാന കാര്യങ്ങളുടെ അല്ലെങ്കിൽ അംഗീകാരം അല്ലെങ്കിൽ അതിൻ്റേതായ കിട്ടേണ്ടതായ ആദരവുകളൊക്കെ മറ്റുള്ള വ്യക്തികളിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കാതെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുടെയൊക്കെ ഗുണങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ആദരവായിട്ടായാലും ധനപരമായിട്ടുള്ള മാറ്റമായിട്ടായാലും എത്തുന്നതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ദമ്പതികൾക്ക് സന്തോഷമുണ്ടാകുന്ന ദിവസമാണ് നാളെ. ബന്ധുസമാഗമം കാണുന്നുണ്ട്. ഓണക്കാലമൊക്കെയാണ്, ഗൃഹത്തിലേക്ക് ബന്ധുക്കൾ വരാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ഐശ്വര്യത്തിൻ്റെ തുടക്കം കൂടിയാകുന്ന ഒരു സുദിനം തന്നെയാണ് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം നിലനിൽക്കുന്ന സമയങ്ങളും ദിവസവുമൊക്കെയാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. അഭിവൃദ്ധിയുടെ ദിവസമാണ്. ജീവിതത്തിൽ ഒരുപാട് പിന്നോക്കമായിരുന്ന ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു പൊന്നോണക്കാലം തന്നെയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ കുറയുന്ന ഒരു സമയം കൂടിയാണ്. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നിലവിലൊരു ശത്രു ഉണ്ടായിരുന്നു. ആ ശത്രു മിത്രമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാനും ഈ ഓണക്കാലം വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ പോലും ആ ശത്രുവിൻ്റെ ശത്രുതാ മനോഭാവമൊക്കെ മറന്നിട്ടാണ് നിങ്ങളിലേക്ക് അദ്ദേഹം വരുന്നത്. എങ്കിലും ശ്രദ്ധ വേണ്ടതാണ്. മനസ്സിന് വളരെ കാലത്തിന് ശേഷം വളരെയധികം സമാധാനം നിറയുന്നതായി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ദിവസം കൂടിയാണ് നാളെയും. തുടർന്നുള്ള സമയങ്ങളും വളരെയധികം മനസ്സമാധാനം, ഒരു ശാന്തത, സന്തോഷം ഇതൊക്കെ ഉണ്ടാകും. ധനം ധാരാളമായി കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ കുംഭം രാശിക്കാരായ ആളുകൾക്ക് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉത്തമമായ ജോലി ലഭ്യത കാണുന്നുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരാണെങ്കിലും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അതിന് അറിയിപ്പുകൾ കാത്തിരിക്കുന്നവരാണെങ്കിലും ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഈ പൊന്നോണക്കാലം കുംഭം രാശിക്കാർക്ക് വളരെയധികം മാറ്റത്തിൻ്റെ സമയമാണ്. ഗ്രഹമാറ്റമൊക്കെ നടക്കുന്നത് വളരെയധികം അനുകൂലം. അത് കർമ്മഭാവം തന്നെയാണ് നിങ്ങൾക്ക് ശുഭകരമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാ കാര്യങ്ങളും മാറും. പ്രശ്നങ്ങൾ അകലും. ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങളെ നോക്കുന്ന ഏതൊരു വ്യക്തിയും തലതാഴ്ത്തി അല്ലെങ്കിൽ ആ ഒരു വഴി, അതായത് നിങ്ങളോടുള്ള അവരുടേതായ ആ ഒരു ദേഷ്യവും ആ ഭാവം മാറി അനുകൂല ഭാവത്തിലേക്ക് എത്താനുള്ള സാധ്യത, അതുവഴി നിങ്ങൾക്കുള്ള സമ്മർദ്ദങ്ങളൊക്കെ മാറാനുള്ള ഭാഗ്യവും സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നാളെ വളരെയധികം ശുഭകരമായ ഒരു ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 15 നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെയ്യേണ്ടതായ മാറ്റങ്ങൾ ഒക്കെ വരുത്തി ധൈര്യമായി മുന്നോട്ട് പോവുക.